സഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മതിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസാമയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്: വിശുദ്ധ അൽഫോൻസാമ ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ചതുവഴി സഹനത്തെയും കുരിശിനെയും സ്നേഹിക്കാൻ അവൾ പഠിച്ചുവെന്ന് ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറി 774 ഖണ്ഡികയിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ദൈവസ്നേഹത്തെ അളക്കുന്ന തെർമോമീറ്റർ ആണ് സഹനമെന്ന്. നമുക്കറിയാം, ഈ തെർമോമീറ്റർ കൊണ്ട് അളക്കുമ്പോൾ വീടിന്റെ ഉള്ളില് നമുക്കൊരു ടെമ്പറേച്ചർ കിട്ടും, വീടിന് പുറത്ത് മറ്റൊരു ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ പുറമേ പുണ്യവാനാണ് എന്ന് പറയുന്നയാളുടെ ഉള്ളിലും ഈ പുണ്യം ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരേ അളവിലാണോ ഇതെന്നറിയാൻ ഈ സഹനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അൽഫോൻസാമയെ കുട്ടിക്കാലത്ത് എല്ലാവരും ഒരു പുണ്യവതിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ സഹനം വന്നപ്പോഴും അവളുടെ പുറത്തു വന്നതും അതേ പുണ്യം തന്നെയാണ് പുറത്തേക്ക് വന്നത്. വൈദികർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനത്തിൽ ബിനോയ് അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി: നമ്മുടെ മുറിവിൽ നിന്ന് ഒരു മിഷൻ ആരംഭിക്കണമെന്ന്. അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവള് ആ അമ്മയുടെ സ്നേഹം എല്ലാവർക്കും കൊടുക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പോലും അൽഫോൻസാമയെ അൽഫോൻസമ്മ എന്നാണല്ലോ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ വരുമ്പോൾ അതിനെ ദൈവഹിതപ്രകാരം സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് അൽഫോൻസാമയുടെ മധ്യസ്ഥം വഹിക്കാം. ജോബ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുകയും പരിശീലിക്കുകയും ചെയ്യാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.